Double Horse Asianet Television Awards 2014 powered by Travancore Builders വീണ്ടും നമുക്ക് അടുത്ത കാറ്റഗറി ഓഫ് അവാർഡ്സിലേക്ക് നീങ്ങാനുള്ള സമയമായിരിക്കുന്നു. ഈ ഷോ ഒന്ന് കംപ്ലീറ്റ് ചെയ്തു. പുള്ളീനെ ഒന്നിങ്ങോട്ട് വിളിക്കണമായിരുന്നു. നമുക്ക് ആ മെയിൻ ആർട്ടിസ്റ്റ് ഇപ്പോൾ വന്നില്ല, ഗസ്റ്റിനെ ഒന്ന് സ്റ്റേജിലോട്ട് വിളിക്കണം. അല്ല, പുള്ളീനെ വിളിച്ചിട്ട് പരിപാടി നടത്തിയാൽ മതി. ഞങ്ങൾ കോഴിക്കോട് നമ്മുടെ പിള്ളേരുണ്ട്, അവർ പിന്നെ കടപ്പുറത്തുനിന്ന് എടുക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് പറഞ്ഞത്. എന്തോ അല്ല, പുള്ളി അത് അത്ര ഇതായിട്ട് നിൽക്കുന്ന കോട്ടൊക്കെ വാടകയാണ്, നമുക്കറിയാം, അതൊന്നും പറഞ്ഞിട്ട് കാര്യം. പ്രിയമുള്ളവരെ, നിങ്ങളുടെ എല്ലാവരുടെയും നിസ്സീമമായ സ്നേഹവും പ്രോത്സാഹനവും പ്രതീക്ഷിച്ചുകൊണ്ട് ആ വിശിഷ്ട വ്യക്തി നിങ്ങളെ കൈയടിക്കുകയാണെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ കയറി വരാൻ സാധ്യതയുണ്ട്. നല്ല പ്രോത്സാഹനം കൊടുത്താൽ അദ്ദേഹം കയറി വരുന്നതായിരിക്കും. വരവരാ കൂട്ടത്തിൽ നടക്കുന്ന പെണ്ണും ചെറുക്കനും വേണം കയറി വരാനായിട്ട്. ഒന്ന് അറേഞ്ച് കൊടുത്തരാ, ഒന്ന് ചെല്ലു കേട്ടോ. സാർ, ഒരു 2 വാക്ക് നമ്മുടെ കോഴിക്കോടുള്ള ജനങ്ങളോട്, മലയാളി പ്രേക്ഷകരോട് 2 വാക്ക് ഊരി ആടിയാലും. ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഇല്ലേ? ആണുങ്ങളെ എനിക്കിഷ്ടമല്ല, ആണുങ്ങൾ ആണുങ്ങളുടെ പണി നോക്കി പോട്ടെ. അപ്പോൾ ഈ നന്മയുടെ നാടായ കോഴിക്കോട് കടപ്പുറത്ത് നമ്മുടെ വീട്ടിലെന്നും കടന്നു വരാറുള്ള സീരിയൽ താരങ്ങൾക്കും സംവിധായകർക്കും സാങ്കേതിക പ്രവർത്തകർക്കും ഒക്കെ ഒരു അവാർഡ് നിശ തന്നെ നടത്തി ഇങ്ങനെ നൽകാൻ തുനിഞ്ഞ ഏഷ്യാനെറ്റിന് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. അല്ല, അത് എന്തിനാണാവോ ഏഷ്യാനെറ്റിന് ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കുന്നതിന് സാറിന്റെ വക പ്രത്യേക ഒരു അഭിനന്ദനം? അത് മനസ്സിലായില്ലേ? ഇല്ല. പെറ്റിട്ട തള്ളക്കോലും കൊച്ചിനറിയാൻ പാടില്ല. ഭർത്താവിൻ്റെ കാരണത്തെ ആഞ്ഞടിക്കണ ഭാര്യ, സ്വന്തം മരുമോൾക്ക് വിഷം കലക്കി കൊടുക്കുന്ന അമ്മായിയമ്മ, ഈ വക സാധനങ്ങൾക്കൊക്കെ ലോകത്ത് അവാർഡ് കൊടുക്കുന്ന ഏക ചാനല് ഏഷ്യാനെറ്റേ ഉള്ളൂ. അതാ. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് ദുഃഖകരമായൊരു സങ്കടം ഉള്ളതാന്ന് വെച്ചാൽ താരങ്ങൾക്കും സാങ്കേതിക പ്രവർത്തകർക്കും ഒക്കെ അവാർഡ് കൊടുത്തു. ഈ ഏഷ്യാനെറ്റിൽ വർഷങ്ങളായിട്ട് പട്ടി പണിയെടുക്കുന്ന പോലെ പണിയെടുക്കുന്ന 2 പേര് കൂടിയുണ്ട്. ടെലിബ്രാൻഡ് ഷോയിൽ ഒരു സായിപ്പും മാതാമിയും. അവരെവിടെ? അവർക്ക് അവാർഡുണ്ടോ? അവാർഡ് കിട്ടിയില്ല. അവരെവിടെ ഈ വേദിയിൽ ഇരിപ്പുണ്ടോ? ഇല്ല. ഇനി 2 പരാതി പറയൂ. ഈ ഏഷ്യാനെറ്റിലെ സീരിയലുകളിൽ സാജൻ സൂര്യ എന്ന് പറഞ്ഞൊരുത്തരുണ്ട്. സൂര്യയാണെങ്കിൽ സൂര്യ പോകണം, അല്ലാണ്ട് ഏഷ്യാനെറ്റിൽ ഒന്ന് ഇവിടെ സീരിയലിൽ അഭിനയിക്കാൻ പറ്റില്ല. എന്തൊരു വിരോധാഭാസമാണ്. അല്ല, പക്ഷേ ഇപ്പൊ ഒരു നടന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ്, നിങ്ങൾക്ക് അറിയാത്തൊരു സത്യം പറയാണ്. ഇദ്ദേഹം ഒരു നിർമ്മാതാവ് അല്ല, അത് പറയണ്ട. അല്ല, ഞാൻ പറയും. അല്ല സാറേ, പറയും സാർ. ഇദ്ദേഹം ഒരു നിർമ്മാതാവ് മാത്രമല്ല, നല്ല ഒരു നടനും കൂടെയാണ് അദ്ദേഹം എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുക. പറയണ്ടായിരുന്നു. ഈ 80 കാലഘട്ടങ്ങളിൽ കഴിയുന്ന കാലഘട്ടങ്ങളിൽ ദൂരദർശൻ വന്ന സമയത്ത് രാമായണം സീരിയലിൽ ആദ്യമായിട്ട് രാമനായിട്ട് അഭിനയിക്കാൻ വിളിച്ചത് തന്നെ ആയിരുന്നു എന്നുള്ള സത്യമാണ്. അതെ, പക്ഷെ 5-6 എപ്പിസോഡ് കഴിഞ്ഞപ്പം ഹനുമാനും രാമനും തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഇല്ലാന്നും പറഞ്ഞ് അവര് പിന്നെ പിടിച്ച് മാറ്റുമായിരുന്നു ചെയ്തത്. അല്ല, പിന്നെ എനിക്ക് പറയാനുള്ളൊരു കഠിനമായ കാര്യം എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റ് കാണിക്കുന്നൊരു ചതി, ഭയങ്കര ചതിയാണ്. നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഏഷ്യാനെറ്റ് ഇവിടെ പരിപാടി നടത്തുന്നത്. മനസ്സിലായില്ല? സർക്കാരും കോടതിയും നിയമം കൊണ്ട് നിർത്തിയ ഒരു സാധനമാണ് സ്ത്രീധനം. ഏഷ്യാനെറ്റ് ഇന്നും സ്ത്രീധനം നിർത്തിയിട്ടില്ല. ഇതെന്നും നിർത്തുമെന്ന് അറിയാനും പാടില്ല. ഇങ്ങനെ പോയത് എന്ത് ചെയ്യും? അത് മാത്രമല്ല, ആ ബാലഗണപതിയുടെ സംവിധായകനെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അതെന്തിനാ? ഗണപതിയെ കൊണ്ടുവരെ ബാലവേല ജയിച്ചു എന്നാണ് പരാതി. അത് മാത്രമല്ല, ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ആ ചെറുക്കന്റെ തുമ്പിക്കൈ അഴിച്ചു വെക്കാൻ മറന്നുപോയത് കാരണം ഫോറസ്റ്റുകാർ ഇപ്പൊ അവനെ പിടിച്ച് കോടനാട് ആന വളർത്തു കേന്ദ്രത്തിൽ കൊണ്ട് വിട്ടിരിക്കുക. അവന്റെ അച്ഛനും അമ്മയും അവനെ അന്വേഷിച്ച് നടക്കുക കുറെ ദിവസമായിട്ട്. ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഇത്തരം ദുഷ്ടപ്രവർത്തനങ്ങൾക്കും കഞ്ഞു കൊടുക്കാത്ത മരുമോക്കും അമ്മായിയമ്മക്കും അവാർഡ് കൊടുക്കാൻ ഏഷ്യാനെറ്റിന് കഴിയൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം ഈ നിറഞ്ഞ സദസ്സ് കാണുമ്പോൾ എനിക്കൊരു കവിത ഓർമ്മ വരികയാണ്. നിങ്ങൾ കോഴിക്കോട്ടെ പെണ്ണുങ്ങളെ കണ്ടിക്ക, നിങ്ങൾ സ്ത്രീധനത്തിലെ അമ്മായിയമ്മയെ കണ്ടിട്ടില്ലേ? വാ കോഴിക്കോട്ടേക്ക് വാ. പ്രിയമുള്ളവരെ, വന്നതിന്റെ ഒരു ചെറിയ കാര്യം കൂടെ പറയണം. ഇദ്ദേഹം ഉടൻ തന്നെ ഗർഭത്തിന്റെ ഉത്തരവാദിയെ കണ്ടിക്ക എന്ന് പറയുന്ന ഒരു പുതിയ സീരിയൽ ആരംഭിക്കുന്നുണ്ട്. ഇന്ന് ഇവിടെ വരുന്ന നടീ നടന്മാരിൽ നിന്നും കഴിവ് തെളിയിക്കുന്ന കുറച്ച് പേരെ തിരഞ്ഞെടുക്കുന്നതിന് കൂടി വേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. അപ്പം ഞങ്ങൾ ഇവിടെ തന്നെ കാണും, ഇടയ്ക്കിടയ്ക്ക് വരും.
നിങ്ങളിൽ ആർക്കൊക്കെയോ ഞങ്ങളുടെ സീരിയലിൽ അവസരം കിട്ടാനുള്ള ഭാഗ്യമുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുക. ഗർഭത്തിന് ഉത്തരവാദിയെ കണ്ടുക. അതിനുവേണ്ടിയുള്ള ആളെ നമ്മൾ തിരഞ്ഞെടുക്കും. മറ്റേ പുള്ളി കോട്ടിട്ട പുള്ളി പോയോ? ആ പരിപാടി നടക്കട്ടെ കേട്ടോ. അദ്ദേഹത്തിനെ ഒന്ന് വിളിച്ചേക്കൂ. പോകുമ്പോ മ്യൂസിക് ഒന്നും ഇല്ലേ? മ്യൂസിക് ഇല്ല, നമുക്ക് പാവങ്ങളല്ലേ, ഇവന്മാരൊന്നും ഇട്ട് തരികയല്ലേ. സീരിയലുകാർക്ക് മാത്രമല്ല ഇട്ട് കൊടുക്കുള്ളൂ.